ഹലോ, ഇന്നത്തെ വീഡിയോ ബോഗൺവില്ല എന്ന ഈ ചെടിയെക്കുറിച്ചുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെ ഗാർഡനിലും ഇഷ്ടംപോലെ കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ ബോഗൺവില്ല. ബോഗൺവില്ലയെ ഗ്ലോറി ഓഫ് ഗാർഡൻ എന്ന പേരിലും അറിയപ്പെടും. പക്ഷെ നമ്മളാരും സാധാരണ ഈ പേര് പറയാറില്ല. നമ്മൾ ബോഗൺവില്ല എന്ന് തന്നെ പറയാറുള്ളൂ. ഈ ബോഗൺവില്ലയുടെ പൂക്കൾ പല കളറിലുണ്ട്. ഇഷ്ടം പോലെ കളറുകൾ ഇപ്പോൾ പൂക്കളുണ്ട്. അതുപോലെ ഡബിൾ ഷെയ്ഡ് പോലത്തെ കളറ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ പൂക്കളുടെ ഇതനുസരിച്ച് പൂക്കൾക്ക് വലിപ്പത്തിലും കുറച്ച് വ്യത്യാസം കാണും. ബോഗൺവില്ലയുടെ പൂക്കൾ സിംഗിളായിട്ടുള്ള പൂക്കൾ കാണാം. അത് പുറത്ത് ഒരു കളറും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് ചെറിയ പൂവും ആയിട്ടുള്ള സിംഗിളായിട്ടുള്ള പൂക്കൾ കാണാം. പിന്നെ തിക്കായിട്ട് ബഞ്ചസായിട്ട്, അതായത് കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവണ ഈ ബോഗൺവില്ലകളും ഉണ്ട്. അതും പല കളേഴ്സ് ഉണ്ട്, ഭംഗിയുള്ള പൂക്കൾ. സിംഗിളായിട്ടുള്ള പൂക്കളാണെങ്കിൽ അത് വാടിക്കഴിയുമ്പോൾ താനേ കൊഴിഞ്ഞു പോകും. അതേസമയം ബഞ്ചസ് ആയിട്ടുള്ള പൂക്കളാണെങ്കിൽ അത് വാടി ഉണങ്ങി അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ബോഗൺവില്ല ചെടികൾ വെയിലും ചൂടും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. അതായത് നല്ല വെയിലുള്ള സമയത്ത് മാത്രമാണ് ഇതുമ്മ പൂവുണ്ടാവുള്ളൂ. അതേപോലെ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇത് വെച്ചിരിക്കുന്നത് എങ്കിൽ നിറച്ചും പൂവുണ്ടാവും. അതേസമയം വെയിൽ കുറവുള്ള സ്ഥലത്താണ് ഈ ചെടി നിൽക്കുന്നത് എങ്കിൽ പൂ കുറവായിരിക്കും. ഇത് നല്ലോണം വെട്ടി, അതായത് ഡ്രിം ചെയ്ത് നിർത്തുകയാണെങ്കിൽ ചെടിച്ചട്ടികളിൽ വളർത്താം. അതുപോലെ നിറച്ചും പൂക്കളും ഈ സീസണിൽ ഉണ്ടാവും. അതായത് നല്ല ചൂട് കാലത്ത് നല്ലോണം പൂക്കളുണ്ടാവും. ഇതിനെ സപ്പോർട്ട് കൊടുത്താണെങ്കിൽ നമുക്ക് വെട്ടാണ്ടും ഇതിനെ വളർത്തിയെടുക്കാം. ആർച്ച് രൂപത്തിലും അങ്ങനെ പല ഷേപ്പിലും നമുക്ക് ഇതിനെ വളർത്തിയെടുക്കാം. ചെടിച്ചട്ടിയിൽ വെട്ടി നിർത്തി നമ്മൾ വളർത്തുന്ന ബോഗൺവില്ലയ്ക്ക് നന അത്യാവശ്യമാണ്. ഈ ചെടിക്ക് ജൈവവളത്തേക്കാൾ കൂടുതൽ നല്ലത് NPK വളമാണ്. ഞാൻ അതാണ് വീട്ടിൽ കൊടുക്കാറ്. അത് ഒരു ബക്കറ്റ് വെള്ളത്തിൽ 1-2 സ്പൂൺ ഇട്ട് കലക്കി അത് ആഴ്ചയിലൊരിക്കൽ എല്ലാ ചെടികൾക്കും വീട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ പൂവുണ്ടാവും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ ബോഗൺവില്ലയമ്മ ഒരു ജനുവരി തൊട്ട് മെയ് ജൂൺ വരെ നല്ലോണം പൂവുണ്ടാവുന്ന സമയമാണ്. അതായത് ഇപ്പോൾ നല്ല പൂവുണ്ടാവുന്ന സീസണാണ്. കാരണം നല്ല വെയിലും ചൂടും ഒക്കെ കിട്ടുന്ന സമയമായതുകൊണ്ട്. പക്ഷേ ജൂൺ പകുതി തൊട്ട് പിന്നെ ഒരു അടുത്ത ഡിസംബർ വരെ ഇതുമ്മേ അധികം പൂവുണ്ടാവില്ല. മഴ പെയ്യണ സമയത്ത് ഇതുമ്മേ കാര്യമായ പൂക്കളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ചെടി ഡ്രിം ചെയ്ത് നല്ലോണം താത്തി വെട്ടി ഡ്രിം ചെയ്ത് നിർത്തണ സമയമാണ്. ഈ ചെടി പിടിപ്പിച്ചുണ്ടാക്കാൻ നമ്മൾ നഴ്സറികളിൽ നിന്ന് ചെടി വാങ്ങണമെന്നൊന്നുമില്ല. നമ്മുടെ അറിവിൽ ആരുടെയെങ്കിലും പരിചയത്തിൽ വീടുകളിലുണ്ടെങ്കിൽ അതിൻ്റെ കമ്പ് മേടിച്ച് കൊണ്ടുവന്ന് നമ്മൾ കുഴിച്ചിട്ടാൽ തന്നെ ഇഷ്ടം പോലെ ഇതിൻ്റെ ചെടികൾ പിടിച്ച് കിട്ടും. ഇപ്പോൾ ബോഗൺവില്ലയിൽ ധാരാളം വെറൈറ്റികൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ പുതിയ ഇറങ്ങുന്ന വെറൈറ്റി പൂ വിരിയുമ്പോൾ റെഡാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അത് ഓറഞ്ചാവും, റോസാവും, അങ്ങനെ കളർ മാറി വരുന്ന പലതരം വെറൈറ്റികളും ഈ ബോഗൺവില്ലയിൽ ഇപ്പോൾ ലഭ്യമാണ്. നമ്മുടെ ഗാർഡനിലെ ചൂട് കാലത്ത് നിറയെ പൂവും ഉണ്ടാവുകയും ചെയ്യും. എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ ബോഗൺവില്ല.